മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ അന്വേഷണം പൂർത്തിയാക്കാൻ അനുവദിക്കണമെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടു. അപ്പീലിലെ തീരുമാനത്തിന് വിധേയമായി മാത്രമേ നടപടിയെടുക്കൂ എന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. സർക്കാരിന്റെ ആവശ്യത്തിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നാളെ വാദം കേൾക്കും. വിവരങ്ങളുമായി ഇപ്പോൾ തിയോഫിൻ ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. തിയോഫിൻ, നിലവിൽ ഇന്ന് ഡിവിഷൻ ബെഞ്ച്, ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണോ ഈ വിഷയം പരിഗണിച്ചത്? എന്താണ് സംബന്ധിച്ച മറ്റു വിവരങ്ങൾ? നിലവിൽ നമുക്കറിയാം, വഖഫ് ബില്ല് കൂടി വന്ന സാഹചര്യത്തിൽ വലിയ തെറ്റിദ്ധരിപ്പേരുകൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. വഖഫ് ബില്ല് വന്നതോടുകൂടി മുനമ്പം പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷേ നിലവിൽ കോടതിക്ക് മുന്നിലാണ് കാര്യങ്ങൾ. എന്താണ് ഇന്നത്തെ ഹൈക്കോടതി നടന്ന മറ്റു കാര്യങ്ങൾ? സിജു, ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചാണ് ഈ സർക്കാരിന്റെ അപ്പീൽ പരിഗണിച്ചത്. അതായത് മുനമ്പത്ത് ജുഡീഷ്യൽ കമ്മീഷൻ നിയോഗിച്ച സർക്കാരിന്റെ നടപടി നേരത്തെ സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയിരുന്നു. അത് ചോദ്യം ചെയ്താണ് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിൽ സർക്കാർ അപ്പീൽ നൽകിയിരിക്കുന്നത്. അല്പം മുമ്പ് ഈ അപ്പീൽ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചു. ആ സമയത്ത് സർക്കാർ ആവർത്തിച്ച് ആവശ്യപ്പെട്ടത് ഈ മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനം തുടരാൻ അനുമതി നൽകണം, ഈ കമ്മീഷന്റെ അന്വേഷണം അത് പൂർത്തിയാക്കാൻ അനുവദിക്കണം എന്നാണ് സർക്കാർ ആവശ്യപ്പെട്ടത്. അതിന് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം, ഈ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ അപ്പീലിൽ എന്ത് തീരുമാനമാണോ എടുക്കുന്നത് ആ തീരുമാനത്തിന് വിധേയമായി മാത്രമേ ഇതിന്റെ തുടർ നടപടി ഉണ്ടാകൂ, അങ്ങനെ സ്വീകരിക്കുകയുള്ളൂ എന്ന് സർക്കാർ ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട്. അതായത് കമ്മീഷൻ ഒരു റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും. ആ റിപ്പോർട്ടിൽ എന്ത് തീരുമാനമാണോ സർക്കാർ എടുക്കുന്നത് അത് ഡിവിഷൻ ബെഞ്ചിന്റെ തീരുമാനത്തിന് വിധേയമായിരിക്കും എന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അപ്പീലിലെ തീരുമാനത്തിന് വിധേയമായി മാത്രമേ നടപടിയെടുക്കൂ എന്ന് സർക്കാർ ആവർത്തിച്ച് അറിയിച്ചിരിക്കുകയാണ്. ഈ സർക്കാർ അറിയിച്ച സാഹചര്യത്തിൽ അത് വിശദമായ വാദം കേൾക്കണം എന്ന് തന്നെയാണ് ഡിവിഷൻ ബെഞ്ച് തീരുമാനിച്ചിരിക്കുന്നത്. നാളെ ആയിരിക്കും ഇക്കാര്യത്തിൽ വിശദമായ വാദം നടക്കുക. നാളെ വിശദമായ വാദം കേൾക്കാം എന്നാണ് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, ഉമേഷാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. മുനമ്പം വിഷയത്തിൽ സർക്കാർ നൽകിയ അപ്പീലിൽ നാളെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വാദം കേൾക്കും. വിവരങ്ങളാണ് ഉമേഷ് കൊച്ചിയിൽ നിന്ന് നൽകിയത്.